നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രൈയിങ് മെത്തേഡാണ്. നിവിൻ പോളി എന്ന് പറഞ്ഞ സിനിമാ നടനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. തീർച്ചയായും അത് ഉപകാരപ്പെടുന്ന ഒരു പാഠമാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ കണ്ടു കാണും ഈ സർവ്വമായ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നില്ല. സർവ്വമായ ഞാൻ സിനിമ കണ്ട്, കാണാത്തവർ പോയി കാണാൻ. നല്ല ഗംഭീര പടമാണ്, എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത് അതിന്റെ റിവ്യൂ ഉണ്ടല്ല. പക്ഷേ ഞാനൊരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ കരിയർ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. പുള്ളിക്കാരൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പടത്തിന് മുമ്പേ ഉള്ള എത്ര പടങ്ങളാണ് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ബാഡ് റിവ്യൂ കൺസെപ്റ്റിൽ വന്നു. നമുക്ക് ആ പടം പുള്ളിക്കാരൻ്റെ പടം ഇഷ്ടപ്പെടാതെ, പക്ഷെ പുള്ളിക്കാരൻ നോക്കണം, വീണ്ടും ട്രൈ ചെയ്തു, വീണ്ടും നെഗറ്റീവ് റിവ്യൂ, വീണ്ടും ട്രൈ ചെയ്തു, വീണ്ടും നെഗറ്റീവ് റിവ്യൂ, ഈ നെഗറ്റീവ് റിവ്യൂ ഈ സാധനത്തിന് ഒരു നാണക്കേടും വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ അജുവും ഈ പറഞ്ഞ പുള്ളിക്കാരനും പറയുന്നൊരു കാര്യമുണ്ട്, നാണം കെട്ടാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു നാണക്കേടും വിചാരിക്കണ്ട. തോറ്റാലും ശ്രമിക്കുക. തീർച്ചയായും ഇപ്പോഴത്തെ ബിസിനസ്സിലെ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. മേ ബി വൺസ് ട്രൈ ചെയ്തു, സെക്കൻഡ് ട്രൈ ചെയ്തു, ഇനി നമുക്ക് നടക്കില്ല എന്നൊന്ന് വേഗം പോയി ഒരു കമ്പനിയിൽ താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നേ കാണും. ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ, സക്സസ് അത്ര എളുപ്പമല്ല. അങ്ങനെ എളുപ്പം വരുന്ന സക്സസ് അത് കൂടുതൽ നീണ്ടു നിൽക്കില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സക്സസിന് വേണ്ടി, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫെയിലിയർ നിങ്ങൾക്ക് ഞാൻ പറയില്ല, അത് ഓരോ സ്റ്റെപ്പാണെന്നെല്ലാം പറയില്ല, അത്രമാത്രം ചെയ്യുക. നിവിൻ പോളി എന്നുള്ള വ്യക്തിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രൈയിങ് മെത്തേഡാണ്. അത് എത്ര ഫെയിലിയർ ഉണ്ടായാലും വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ളത് വാച്ച്. ഹാറ്റ്സ് ഓഫ് നിവിൻ പോളി സാർ. സത്യം പറഞ്ഞാൽ ഇതൊരു ഇൻസ്പിറേഷൻ മൊമെൻ്റ് ആണ്. ഇനിയും താങ്കളുടെ കരിയറിൽ ഇനിയും ഉയർച്ചയിലെത്തട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എത്ര വലിയ ആടുന്നാലും എത്ര ചെറിയ ആടുന്നാലും നമ്മൾ പഠിക്കാൻ പറ്റുന്ന കാര്യം പഠിച്ചുകൊണ്ടിരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.